പ്രൈസ് ഗാഡ്. ഈ നല്ല സമയത്തിന് എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ദൈവശബ്ദം ഞാൻ പറയട്ടെ. ശീമോന് പടകും വലയും അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അവന് പടകും വലയും കഴുകി. ആ സമയത്താണ് യേശു അവനോട് ആഴത്തിലേക്ക് വലയിറക്കാൻ പറയുന്നത്. കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. സ്നേഹിച്ച വല, സ്നേഹിച്ച പടക്. എന്നാൽ ആഴത്തിലേക്ക് വലയിറക്കാൻ യേശു തമ്പുരാൻ പറഞ്ഞപ്പോൾ ആഴത്തിൽ വലയിറക്കി, പടകിറക്കി, വലയിട്ടു. പെരുത്ത മീൻകൂട്ടം നിറഞ്ഞു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പടകുകളിലൂടെ നിറച്ചു. അവിടെ തൊട്ട് യേശുവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയ പത്രോസ്, അവൻ്റെ പേര് മാറി, ശീമോൻ്റെ പേര് മാറി പത്രോസായി. എങ്കിലും ദൈവിക നിയോഗം കേട്ട, വാഗ്ദത്തം കേട്ട പത്രോസ് യേശു ക്രൂശിക്കപ്പെട്ട് കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം അവൻ ഓടിയത് അവൻ ആദ്യം സ്നേഹിച്ച പടകിലേക്കാണ്, ആദ്യം സ്നേഹിച്ച വലയിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും യേശു ഹൃദയത്തിലുണ്ടെങ്കിലും, അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, പലപ്പോഴും നിന്റെ പഴയ പടകിനെയും പഴയ വലയും പലപ്പോഴും ആശ്രയിക്കാൻ നിനക്ക് തോന്നാറില്ലേ? അങ്ങനെ സംഭവിക്കാറില്ലേ? എന്നിട്ടും യേശു പത്രോസിന്റെ പടകിലേക്ക് കരയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുമുണ്ടോ? ഒരു ചോദ്യം. ആ ചോദ്യം, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ നഗ്നനായി കടലിൽ ചാടി യേശുവിൻ്റെ അടുക്ക് നീന്തി വരുന്ന ഒരു അനുഭവം നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതേ പ്രിയപ്പെട്ടവരെ, ആ നീന്തൽ ഒന്ന് ശ്രദ്ധിച്ച്. അവൻ്റെ ചങ്ക് പൊടിഞ്ഞു മാത്രമല്ല, അവൻ്റെ മനസ്സ് തകർന്ന് മാത്രമല്ല, ശീമോൻ തകർന്നു, പത്രോസ് തകർന്നു. അവിടം തൊട്ടാണ് പത്രോസിനോട് പറയുന്നത്, എന്നെ ചിന്തിപ്പിക്കുന്ന ഭാഗം എവിടെയാണ്? ആ ഓട്ടം, ആ നീന്തിക്കയറ്റിലാണ്. പത്രോസേ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആ നീന്തിക്കയറുന്ന അനുഭവം അതുപോലെയാ നമ്മുടെ ജീവിതത്തിൽ. യേശുവിലേക്ക് അടുത്തുവാ, അവൻ അവിടെ നിന്നെക്കായി കാത്തിരിപ്പുണ്ട്. പുതിയ ഒരു തലത്തിലേക്ക് നിന്നെ ഉയർത്താൻ, പുതിയൊരു മേഖലയിലേക്ക് നിന്നെ ഉയർത്താൻ. അതേ പത്രോസേ, ഞാൻ നിന്നോട് പറയുകയാണ്, ഒരു മാളിക മുറി നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. ആ മാളിക മുറിയിൽ എൻ്റെ കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകും. അതെ, ആ കാര്യസ്ഥൻ നീന്തിക്കയറിയ പത്രോസ് 120 പേർ അനുഭവിച്ച, കണ്ട, പ്രാപിച്ച ആ ദൈവ സാന്നിധ്യം ഇന്നും ഇപ്പോഴും ആ മാളിക മുറിയിൽ വെളിപ്പെട്ടത് നിങ്ങളുടെ അടുക്കലുണ്ട്, നിങ്ങളുടെ പ്രശ്നത്തിലുണ്ട്, നിങ്ങളുടെ വേദനയിലുണ്ട്. ധൈര്യമായിരിക്കുക. കാരണം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ധൈര്യമായിരിക്കുക. ഇന്ന് പകൽ അവൻ നിന്റെ ചാരത്തുണ്ട്. ഹോളി സ്പിരിറ്റ്, ഗോഡ് ബ്ലസ് യു.